കൈരളി നമ്മുടെ ഒരു സ്വന്തം ഇടം പോലെയാണ്. കാരണം എല്ലാ വർഷവും കൈരളിയുടെ കൾച്ചറൽ ഫെസ്റ്റിൽ പങ്കെടുക്കാനും കണ്ണൂരുള്ള നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കാണാനും അവസരം ലഭിക്കാറുണ്ട്. ഒരു റിയലിസ്റ്റിക് സിനിമ എന്നൊക്കെ പറയാവുന്ന, റിയലിസ്റ്റിക് ആവില്ല സിനിമ, എന്നാൽ അങ്ങനെയൊക്കെ പറയപ്പെടുന്ന വലിയ ഡ്രാമകളോ വലിയ വലിയ ഹീറോയിസങ്ങളോ ഇല്ലാത്ത രീതിയിൽ സിനിമ പറഞ്ഞു തുടങ്ങുന്ന ഒരു കാലത്താണ് ഞാൻ സിനിമയിൽ വന്നത്. ഇന്ന് നമുക്ക് എല്ലാ വിഷയങ്ങളും, നമ്മുടെ ഇന്റർസെക്ഷൻ എന്നുള്ള വാക്കിന് തന്നെ വളരെയധികം പ്രസക്തിയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുറേ നാളായിട്ട് മലയാളികൾക്കിടയിലുള്ള സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു വലിയ അബദ്ധധാരണയാണ് രോമാഞ്ചം, ആവേശം, മഞ്ഞുമൽ ബോയ്സ്, ഇങ്ങനെ കുറേ സിനിമ വന്നപ്പോൾ ഇതെല്ലാം ആൺകഥകളാണ്. ഞാൻ സൃഷ്ടിച്ച കഥകൾ കണ്ടു കഴിഞ്ഞാൽ മറ്റ് ഹീറോയിക് എലമെന്റുകൾ ഇല്ലാതെ ഒരു യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഒരു സാധാരണക്കാരന് വലിയ ഹീറോയിസ് ഇല്ലാതെ അവനവന് ടച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എഴുതപ്പെട്ടു എന്നുള്ളേ ഉള്ളൂ എൻ്റെ പോലീസ് കഥകൾ. അതൊരിക്കലും യഥാർത്ഥ പോലീസ് ചരിത്രമോ ഹിസ്റ്ററിയോ ഒന്നും അല്ലാതെ. ഷാഹിയോട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം മലയാളത്തിലെ ഒരു കൾട്ട് പ്രയോഗമാണ് ജോർജ് സാർ. ജോർജ് സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് എല്ലായിടത്തും, ഇപ്പോൾ സിനിമയിൽ മാത്രമല്ല ഉപയോഗിക്കുന്നത്, ഇപ്പോൾ രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ നീ ഒരു ജോർജ് സാറാണ്, വേണ്ട ജോർജ് സാറേ എന്നുള്ള ഒരു കണ്ടിട്ടുണ്ടാവും, കബീർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫിഗർ ഉരുത്തിരിഞ്ഞു വരികയാണ്. അപ്പോൾ ആ മൂവിയിൽ എന്താണോ ആ കഥാപാത്രം കൊടുക്കുന്നത്, ഒരു പോലീസ് കഥാപാത്രം എന്നുള്ള രീതിയിൽ ആ കഥാപാത്രം എന്താണ് അവിടെ ചെയ്യുന്നത്, ആ കഥാപാത്രത്തെ ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് അടർത്തിയെടുത്ത് മറ്റ് സ്ഥലങ്ങളിൽ വേറെ എല്ലായിടത്തും പോലീസ് അല്ലാത്ത ഒരാളുടെ അടുത്ത് പോലും ജോർജ് സാറേ നീ ഒരു ജോർജ് സാറാണെന്നുള്ള ഒരു കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ വയലൻസ്, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നേരത്തെ മാളു പറഞ്ഞതുപോലെ ഒരു സീരീസ് ഓഫ് പടങ്ങൾ, ഇപ്പം നായാട്ട്, അതിൻ്റെ തൊട്ടുപുറകെ കള വരുന്നു, അങ്ങനെ കുറച്ച് ഒരു 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 ജനസ് സിനിമ വന്നു കഴിഞ്ഞാൽ ആ പാറ്റേണിൽ ഒരുപാട് സിനിമകൾ വരുന്നു. ഇപ്പോൾ ഇങ്ങനെ കാറ്റഗറി ഉണ്ടാകുന്ന കുറ്റാന്വേഷണ സിനിമകൾ, അതിനെങ്ങനെയാണ് പോപ്പുലർ കൾച്ചറിൽ അത് വിപണി ഉണ്ടാക്കുന്നത്, അപ്പോൾ ആ ഒരു പാറ്റേൺ വരുന്നു. പിന്നെ ഈ കുറ്റാന്വേഷണ സിനിമകളിൽ തന്നെ ഒരു പാറ്റേൺ വരുന്നു. ഇപ്പോൾ തൊട്ടപ്പുറത്ത് ഗോപി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നൊരു വിഷയമാണ്. അതായത് വയലൻസ്, ഒരു കുറ്റാന്വേഷണ സിനിമയുണ്ടെങ്കിൽ അതിൽ ഒരു ആൾ പിക്കാസ് കൊണ്ടുവന്ന് മണ്ണിൽ നിന്ന് ഒരു ബോഡി കുഴിച്ചിടണം നിർബന്ധമായിട്ട്. എല്ലാ സിനിമകളിലും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു കോമൺ ആയിട്ടൊരു പിക്കാസ് എടുക്കും. ഇപ്പോൾ പിക്കാസ് പണ്ടൊരു കൃഷിയായുധമായിരുന്നു, പക്ഷെ ഇപ്പോൾ പിക്കാസ് കാണിച്ചാൽ അതിൻ്റെ അർത്ഥം ഇതൊരു കുറ്റാന്വേഷണ മൂവിയാണ്, ഇതിലൊരു ശവം തോണ്ടി ഇടുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത്തരത്തിലുള്ള ഇങ്ങനെ ഒരു കൾട്ടുകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ട് ഇത് എന്താണ് ഷാഹിയുടെ അഭിപ്രായം ഈ സിനിമകളിൽ? എങ്ങനെ വാദിച്ചാലും ഞാൻ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു, എന്നെ ഇവിടെ വിളിച്ചു കഴിഞ്ഞപ്പം ഞാൻ സിനിമാ ചർച്ചയാണെന്ന് പറഞ്ഞാണ് വന്നത്. ഇവിടെ ഇട്ടപ്പോഴാണ് ഇങ്ങനെ രണ്ട് അക്കാഡമിസ്റ്റുമായിട്ടാണ് ചർച്ച ചെയ്യുന്നറിയുന്നത്. സത്യത്തിൽ ഇവിടെ ഞാൻ സംസാരിക്കപ്പെടേണ്ട ആളാണോ എന്നറിയില്ല, കാരണം ഇവരോളം അറിവ് ഈ കാര്യത്തിൽ ഇല്ലാത്ത ആളാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ കണക്ക് എന്തുകൊണ്ടൊരു ആവേശം ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നത് പലപ്പോഴും എനിക്കറിയാവുന്ന മെജോറിറ്റിയോ ആയിട്ടുള്ള ഇവിടുത്തെ ആൾക്കാർ ഫിലിം മേക്കേഴ്സ് അല്ലേ, അവർ പ്രാക്ടിക്കലായിട്ട് ഫിലിം മേക്കിംഗ് പഠിച്ച് ആരോടെങ്കിലും അസിസ്റ്റൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്വന്തമായി കഥകൾ പ്രിപ്പയർ ചെയ്തിട്ടോ ഈ പറയുന്ന ഒരു അക്കാഡമിക്കായിട്ട് ഫിലിം സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയവരെക്കാളും കൂടുതലല്ലാത്തവരാണ് ഇവിടെ സിനിമ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണമായി എന്നെ എടുത്തു കഴിഞ്ഞാൽ എനിക്കെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണമല്ല, സുഹൃത്തുക്കളായ അല്ലെ നടികളായ ആൾക്കാർ പറയും നിൻ്റെ സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങളില്ല. ഇപ്പം ജോളി ചേച്ചി പറഞ്ഞാണ് നീ ഒരു പെണ്ണിനെ വെച്ച് എഴുതും എന്ന് പറഞ്ഞ് തമാശയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ചതൊരു ബോയ്സ് സ്കൂളിലാണ്. എൻ്റെ സുഹൃത്തുക്കളെല്ലാം ബോയ്സ് അല്ലെ ആൺകൂട്ടത്തിൽ ആണത്വക്കൂട്ടത്തിൽ വളർന്നു എന്ന് പറയാവുന്നൊരു കൂട്ടത്തിലാണ് ഞാൻ വളർന്നത്. അത് കഴിഞ്ഞ് കോളേജ് ലൈഫിലേക്ക് പോയപ്പം ചെറിയ ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ആ സമയത്തും എനിക്ക് സ്ത്രീ കൂട്ടുകാരികളില്ലായിരുന്നു. ഇതിനുശേഷം നേരെ ചെല്ലുന്ന അതിനപ്പുറത്തെ ആണത്ത കൂട്ടത്തിലാണ്, പോലീസ് ക്യാമ്പിലാണ്, ആണുങ്ങളാൽ മാത്രം നിറഞ്ഞിരിക്കുന്നത്. അവിടുന്ന് ഞാൻ വിവാഹം കഴിച്ചപ്പോഴാണ് ഒരു സ്ത്രീയായിട്ട് എനിക്ക് അടുത്ത ഇടപെടലുണ്ടാകുന്നത്. ഈ ഞാൻ സൃഷ്ടിക്കുന്ന സിനിമകൾ എൻ്റെ കാഴ്ചകളിൽ നിന്നും എൻ്റെ അനുഭവങ്ങളിൽ നിന്നും ഒക്കെയാണ്. എനിക്കറിയാവുന്നിടത്തോളം ജിത്തുമാധവൻ എൻ്റെ ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ ബാംഗ്ലൂരൊക്കെ അദ്ദേഹത്തിൻ്റെയൊക്കെ ജീവിതത്തിലെ ചെറിയ അനുഭവങ്ങൾ വെച്ച് ക്രിയേറ്റ് ചെയ്യപ്പെട്ട സാധനമാണ്. നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ പലപ്പോഴും ഇതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല പലപ്പോഴും. ആദ്യകാലങ്ങളിൽ ഞാൻ പറയുകയാണ്. പിന്നീട് ഇതേ കണക്കുള്ള ക്രിറ്റിക്സുകൾ സംസാരിക്കുമ്പോഴാണ് നമ്മളുടെ സിനിമയെക്കുറിച്ച് നമ്മൾ നോക്കിയാൽ അതിൻ്റെ അകത്ത് നമുക്കൊരു തെറ്റ് പറ്റിയെന്ന് നമ്മൾ തിരിച്ചറിയുകയും നമ്മൾ അടുത്ത സിനിമയിൽ കഴിയുന്നത് അത് തിരുത്താൻ ശ്രമിക്കുന്നതും ഇത്ര ക്രിറ്റിക്സിൻ്റെ ഇടപെടൽ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചർച്ചകൾ എനിക്ക് ഇഷ്ടം വെളിയിലിരുന്ന് കേൾക്കാനായിരുന്നു. പക്ഷെ ഇവിടെ ചോദിച്ചുകൊണ്ട് പറയണേ ഇങ്ങനെയാണ് നമ്മൾ വരുന്നത് ഇവിടെ. പിന്നെ സിനിമ കച്ചവടമാണ്. ഇത് സിനിമ കലയെന്ന് പറയുന്നതിനപ്പുറം വ്യവസായം ആക്കണമെന്നാണ് ഇവിടെ ഫെഫ്കോ പോലും വാദിക്കുന്നത്. ആക്ച്വലി വ്യവസായമാണ്. അവിടെ കയ്യടി കിട്ടണം, മുടക്കുമുതൽ തിരിച്ചു കിട്ടണം. നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ പോലും നമ്മളുടെ പ്രധാന ഉദ്ദേശങ്ങളൊന്ന് ഇത് സാമ്പത്തിക നഷ്ടമാവരുത് എന്ന ആഗ്രഹത്തിലാണ് ഈ സിനിമ ചെയ്യുന്നത്. ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് അതിന് തന്നെയാണ്. അവിടെയാണ് ചില ഫോർമുലകൾ വരുമ്പോൾ ആ ഫോർമുലകളെ പിന്തുടരാൻ പോകും. ഇപ്പം എൻ്റെ അവസ്ഥ തന്നെ സത്യസന്ധമായി പറഞ്ഞാൽ എൻ്റെ അടുക്കെ ഇപ്പം പുതിയ ഏതെങ്കിലും സിനിമ ചെയ്ത്
എന്നോട് ചോദിക്കുന്ന കുറ്റാന്വേഷണ സിനിമയാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ പോലീസ് സ്റ്റോറിയാണ് എന്നോട് എഴുതാൻ തരിക. എനിക്ക് അല്ലാത്ത സിനിമകൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഞാൻ അല്ലാത്ത സിനിമകൾ ചെയ്യാൻ വേണ്ടി വന്നയാളാണ്. പക്ഷേ ഇപ്പോഴത്തെ ഞാൻ എഴുതിയ സിനിമയും പോലീസാണ്, അടുത്ത ഞാൻ സംവിധാനം ചെയ്യാൻ പോകുന്നതും പോലീസ് സിനിമയാണ്. ഇതൊരു നിലനിൽപ്പിന്റെ ഭാഗം കൂടാണ്. ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നതല്ല, എനിക്ക് ബ്രേക്ക് ചെയ്യാം. പക്ഷെ ആ ബ്രേക്ക് ചെയ്യേണ്ട ടൈം ഞാനും സത്യസന്ധമായി പറഞ്ഞാൽ സാമ്പത്തികമായി സേഫ് ആയതിനു ശേഷം ബ്രേക്ക് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നുള്ള ചിന്ത എനിക്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സിനിമ വ്യവസായം തന്നെയാണ്, ഞാനും അതിനെ അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ജോർജ് സാറിൻ്റെ കാര്യം പറഞ്ഞു. ഒരിക്കലും ഒരു പോലീസ് സ്റ്റേഷനിലും ഒരിക്കലും സംഭവിക്കാനിടയില്ലാത്തൊരു കഥാപാത്രമാണ്. എൻ്റെ പോലീസ് അനുഭവം വെച്ച് പറയാം, ഒരു പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് ഒരു കള്ളം ഒരിക്കലും ഒളിപ്പിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ പറഞ്ഞ കണക്ക് അവിടെ ജാതിപരമായ ഡിഫറൻസ് ഉള്ള ആൾക്കാരുണ്ട്, അഭിപ്രായമുള്ളവരുണ്ട്, രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ട്, പല കൂട്ടം ആൾക്കാരാണ്. ഒരിക്കലും ഒരു രഹസ്യം കൊണ്ട് ഒളിപ്പിക്കാൻ പറ്റില്ല. കാരണം ആ സിനിമയിലെ ജോർജ് സാർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫിക്ഷനാണ്. നായകന് ഒരു വില്ലനെ തല്ലുമ്പോൾ ഹീറോയിസം കിട്ടണമെങ്കിൽ ആ വില്ലൻ അത്രയും വലുതാകണമെന്നുള്ള രീതിയിൽ സൃഷ്ടിക്കപ്പെട്ട കഥാപാത്രമാണ്. ഒരു കൊമേഴ്ഷ്യൽ രീതിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. അതാണ് ആൾക്കാർ ആഘോഷിക്കപ്പെടുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്കൊരു കരയുന്ന, പേടിക്കുന്ന, ഭയപ്പെടുന്ന ഒരു പോലീസുകാരനെ നമുക്ക് കാണാൻ പറ്റാത്ത? അങ്ങനത്തെ ഇപ്പോൾ നേരത്തെ ശ്രീനിയേട്ടൻ്റെ ചർച്ച ഉണ്ടായതുകൊണ്ട്, പണ്ട് ശ്രീനിവാസൻ അഭിനയിച്ചൊരു സിനിമയിൽ ശ്രീനിവാസൻ പോലീസ് കഥാപാത്രം അഭിനയിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാം എന്തെങ്കിലും അന്വേഷിക്കാൻ പേടിയായതുകൊണ്ട് വയ്യാതാവുന്ന, പെട്ടെന്ന് ഒളിച്ചിരിക്കുന്ന, അതന്നെ അങ്ങനത്തെയൊക്കെ പോലീസ് കഥാപാത്രങ്ങൾ. അത് പക്ഷെ കോമഡി ആയിട്ടാണ് ആളുകൾ ട്രീറ്റ് ചെയ്യപ്പെടുക. അതായത് ഒരു പോലീസ് തൻ്റെ വീരത്വം കാണിച്ചില്ലെങ്കിൽ അത് കോമഡിയാവും നമ്മുടെ പൊതുസമൂഹത്തിൽ. അല്ലാതെ ദൈനംദിന ജീവിതത്തിൽ പേടിയുള്ള, കുറച്ച് ദുർബലനായിട്ടുള്ള, കരയുന്ന ഒരു പോലീസുകാരനെ ഈ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്ന സിനിമകളിൽ പോലും അത്തരത്തിലുള്ള ഒരു പോലീസുകാരനെ നമുക്ക് കാണിക്കാൻ പറ്റില്ലേ? എനിക്കറിയില്ല. ഇതിപ്പം ഞാൻ പോലീസിലായിരിക്കുന്ന സമയത്ത് സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ സിനിമ കയറണമെന്ന് ആഗ്രഹിക്കുന്നത് അല്ലെ ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടുവന്നൊരു ശീലമാണ്. കാരണം കാലാകാലങ്ങളായിട്ട് വന്നതാണ് ലോറൽ ആൻഡ് ഹാർഡി എന്ന് പറയുന്ന ആ സൃഷ്ടിയുടെ ബാക്കിയാണ് ഒരു തടിച്ച പോലീസുകാരൻ, ഒരു മെലിജ പോലെ. അത് അടൂർ ബാസി സാർ, ബഹദൂർ, ഈ കോമ്പിനേഷൻ. ഇപ്പുറത്തോട്ട് കൊച്ചി ഹനീഫ, അരീസ് രേഷൻ, അല്ലെ ഇങ്ങനെ ഒരു പ്രധാന കഥാപാത്രം അല്ലാത്ത പോലീസുകാരെ കൃത്യമായ ഒരു കോമഡി കഥാപാത്രങ്ങളായി കാണിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിൽ നിന്ന് മാറ്റം വന്നു തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ സിനിമയ്ക്കകത്ത് എനിക്ക് തോന്നുന്നു മിക്ക നായകന്മാർ കരയുന്നുണ്ട്. നിങ്ങൾ എന്താ പറയുക, നമ്മൾ ഓവർ ഡ്രാമാറ്റിക് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ കരച്ചിലിനെ അത്രയും പ്രസൻറ്റ് ചെയ്യുന്നില്ലതേ ഉള്ളൂ. എൻ്റെ എല്ലാ കഥാപാത്രങ്ങളും സാധാരണ മനുഷ്യരായിട്ടാണ്. പോലീസിനെ മനുഷ്യരാക്കുക എന്ന് പറയുന്നൊരു, മനുഷ്യരെ കാണിക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിലെ ഏറ്റവും കടുത്ത റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിനെ ശത്രുവായി കാണുന്ന സ്ഥലത്താണ് നമ്മൾ അവരെ മനുഷ്യരായിട്ട് പ്രസൻറ്റ് ചെയ്യേണ്ട റിസ്ക് കൂടെ ഞാൻ ചെയ്യുന്ന സിനിമകൾക്കുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞ് അടുത്ത ദിവസം ആലപ്പുഴ ബീച്ചിൽ ഒരു ചായ കുടിക്കാനിരിക്കുമ്പം എനിക്ക് പരിചയമുള്ളൊരു സി അവിടെ വരുന്നു. തൊട്ട് പുറകിലൊരു ഫാമിലി ചായ കുടിക്കാൻ ഇരിപ്പുണ്ട്. ഒരു മുസ്ലിം ഫാമിലിയാണ്. ഒരു കൊച്ചുകുട്ടി ചായ എന്തോ ബിസ്ക്കറ്റ് കഴിച്ചിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ അയാൾ അവിടെ നിന്നിട്ട് പറയാണ്, ഞാൻ പോലീസ് അങ്കിളിലേക്ക് പറയും കേട്ടോ എന്ന് പറഞ്ഞു. ഇത് കേട്ടാ CI നേരെ തിരിച്ച് ദേഷ്യപ്പെട്ട അയാളോട് ചോദിക്കുകയാണ്, എൻ്റെ പൊന്നു ചേട്ടാ, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൊച്ചെവിടെയെങ്കിലും വഴി തെറ്റി നിന്നാൽ, നിങ്ങൾ പേടിപ്പിച്ചാൽ ആ കുട്ടി ഒരിക്കലും ഒരു കാക്കിയിട്ട് അടുക്കെ വരില്ല, നിങ്ങളാണ് ഇതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ സമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇത്രയും പോലീസ് ശത്രുതയുടെ ഇടയിലാണ് ഒരു പോലീസിനെ ഇമോഷണലി നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് വിജയിക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കാണ്. നേരെ മറിച്ച് എല്ലാം തികഞ്ഞ അടിച്ചൊതുക്കപ്പെടുന്നൊരു ഹീറോയെ ആൾക്കാർക്ക് ഇഷ്ടമാണ്. നമ്മളെ ഇങ്ങനെ പ്രശ്നങ്ങളുടെ ഇടയിലാണ് നമ്മൾ സിനിമ ചെയ്യുന്നത്. ഇതൊരു റിസ്ക്കുമാണ് ഇതിൻ്റെ. പൊതുബോധത്തെ കുറിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. ഈ നമ്മൾ ആർക്കൈവുകളെ കുറിച്ച് സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ ആർക്കൈവുകളെ നമ്മൾ പലപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ചരിത്രത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല, പല കാര്യങ്ങൾക്കും ഈ ആർക്കൈവുകൾ നമ്മൾ എടുക്കുന്ന ഒരു പ്രൊസീജിയറിൽ ഹിസ്റ്ററിയെ സംബന്ധിച്ചിടത്തോളം ഈ ആർക്കൈവുകളെ തിരുത്തേണ്ടുന്ന സന്ദർഭങ്ങൾ വരാറുണ്ടല്ലോ. അപ്പോൾ നമ്മളുടെ ഒരു സമകാലീന സന്ദർഭത്തിൽ ഇപ്പോൾ സിനിമ തന്നെ എടുത്തിട്ടായാലും, അല്ലെങ്കിൽ ജെൻഡർ വിഷയങ്ങൾ എടുത്തിട്ടായാലും, ഇതിനൊരു തിരുത്തുന്നൊരു പ്രക്രിയ, ഒരു ഹിസ്റ്റോറിയൻ എന്നുള്ള രീതിയിൽ അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ അത് എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്? എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ ചരിത്രം എന്നുള്ള ഒരു സബ്ജക്റ്റിൻ്റെ റെലവൻസ് തന്നെ ഈ സ്റ്റീരിയോ ടൈപ്പുകളെ ബസ്റ്റ് ചെയ്യുന്നതാണ്. ഇന്ന് ചരിത്രത്തിന് എനിക്ക് 500 വർഷം മുമ്പേ ഭരിച്ച ഒരു രാജാവിൻ്റെ പേരും അയാളെ റെഗ്നൽ ഇയറും ബൈഹാർട്ടായിട്ട് പഠിച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. അത് സൊസൈറ്റി എടുത്ത് പറഞ്ഞതുകൊണ്ടും യാതൊരു കാര്യമില്ല, കുട്ടികളെ പഠിപ്പിച്ചത് കൊണ്ടും കാര്യമില്ല. പക്ഷെ ചരിത്രത്തിന് ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത് ഒന്ന് ഒരു നേഷനെ ഒരുമിച്ച് നിർത്തുന്നത് ആ നേഷൻ്റെ ചരിത്രമാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളൊരു ഇന്ത്യൻ ആണെന്ന് പ്രൂവ് ചെയ്യും. ഒരു ഡോക്യുമെൻറ്റും ഇല്ലാതെ നിങ്ങളൊരു ഇന്ത്യൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പ്രൂവ് ചെയ്യും? നിങ്ങളുടെ മതം വെച്ച് പ്രൂവ് ചെയ്യാൻ പറ്റില്ല, ഭാഷ വെച്ച് പ്രൂവ് ചെയ്യാൻ പറ്റില്ല, ശരീരപ്രകൃതി വെച്ച് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എങ്ങനെ പ്രൂവ് ചെയ്യും? ദ ഓൺലി തിങ് ദാറ്റ് ഹോൾഡ്സ് ഇന്ത്യ ടുഗെദർ ഈസ് ഇന്ത്യസ് കോമൺ ഹിസ്റ്ററി. ഇത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന കാര്യമാണ്. ഇതുകൊണ്ടാണ് ഹിസ്റ്റോറിയൻസിന് എപ്പോഴും മാർക്കറ്റ് കാണും. ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് പറയുന്നത്, നിങ്ങൾ ചരിത്രം എടുക്കുകയാണെങ്കിൽ
നിങ്ങളുടെ നമ്പേഴ്സ് കുറവായിരിക്കും. പക്ഷേ നേഷൻ സ്റ്റേറ്റ് നിലനിൽക്കുന്നിടത്തോളം, ദേശരാഷ്ട്രം എന്നുള്ള ഒരു കോൺസെപ്റ്റ് നിലനിൽക്കുന്നിടത്തോളം കാലം ചരിത്രത്തിന് പ്രസക്തി ഉണ്ടായിരിക്കും. കാരണം ദേശരാഷ്ട്രത്തിനെ ഒരുമിച്ച് നിർത്തുന്നത് ചരിത്രമാണ്. ഇറ്റ് ഇസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. പക്ഷേ അതിനോടൊപ്പം പറയേണ്ടത് ഈ ദേശരാഷ്ട്ര സങ്കല്പം എന്താണെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്, ഒരു നേഷൻ്റെ വാല്യൂസ് എന്താണ്, ആ നേഷനെ തന്നെ പ്രൊജക്റ്റ് ചെയ്യുന്ന, റെപ്രസെൻ്റ് ചെയ്യുന്ന ആരിലൂടെയാണ്, ഈ ചോദ്യങ്ങളും പലപ്പോഴും നമ്മൾ ചരിത്രത്തിൽ മറന്നു പോകുന്ന ചോദ്യമാണ്. പക്ഷെ ചരിത്രത്തിൽ ഏറ്റവും കാതലായിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾ. അപ്പോൾ ഇതിനെ നിർമ്മിക്കുന്നതാണ് ചരിത്രകാരിയും ചെയ്യുന്ന പ്രക്രിയ എന്ന് പറയുന്നത്. പക്ഷെ ആർക്കൈവുകൾ, നമ്മൾ എപ്പോഴും വിചാരിക്കും ആർക്കൈവ് എന്ന് പറയുന്നത് എന്തോ നോളജിൻ്റെ റെപ്പോസിറ്ററിയാണ്, എല്ലാ കൃത്യതയുള്ള ഡോക്യുമെൻറ്റ്സ് മാത്രമാണ് ഇവിടെ ഉള്ളത്. എന്നാൽ ആർക്കൈവ് ഭയങ്കര കള്ളം പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. കാരണം ആർക്കൈവിനകത്ത് എന്താ, നിങ്ങളൊരു ബ്രിട്ടീഷ് ആർക്കൈവ് എടുത്ത് നോക്കുക. ബ്രിട്ടീഷുകാർ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചരിത്രം എഴുതുകയും ഡോക്യുമെൻറ്റ്സ് നിർമ്മിക്കുകയും അതിൽ അവർക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് പ്രിസർവ് ചെയ്ത് വെക്കുകയും ആവശ്യമില്ലാത്ത ഡോക്യുമെൻറ്റ്സ് മേ ബി എലിമിനേറ്റ് ചെയ്ത് കളയുകയും ചെയ്തൊരു സ്ഥലമാണ് മേ ബി നമുക്ക് ബ്രിട്ടീഷ് ആർക്കൈവ് എന്ന് പറയുന്നത്. ഇനി ഒരു പേഴ്സണൽ ആർക്കൈവ്, ഒരു തൃപ്പൂണിത്തുറ ഗ്രന്ഥാവലിയൊക്കെ പോലെ ഒരു രാജകീയ ഫാമിലിയുടെ ആർക്കൈവ് ആണ്. അവർക്ക് ഭാവിയിലെങ്കിലും പ്രശ്നം വരുന്ന ഒരു ഡോക്യുമെൻ്റ് അവർ ആർക്കൈവിൽ സൂക്ഷിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ എന്ന ചരിത്രകാരനോ ചരിത്രകാരിക്കോ ആ ഒരു ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് തരുമെന്ന് തോന്നുന്നുണ്ടോ? സോ വാട്ട് വി നീഡ് ടു നോ അബൌട്ട് ആർക്കൈവ്, എനി ഡിഫറെൻറ്റ്. ഇപ്പം സിനിമ ഒരു ആർക്കൈവാണ്. പല കാലഘട്ടങ്ങളിൽ സിനിമകൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് കേരളത്തിലെ വേലക്കാരുടെ, ഡൊമസ്റ്റിക് ലേബറിൻ്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് ആർക്കൈവിൽ നിന്ന് കിട്ടില്ല. പക്ഷെ എല്ലാ മലയാള സിനിമയിലും ഒരു ജോലിക്കാരിയെങ്കിലും കാണും, ഒരു ജോലിക്കാരനെങ്കിലും കാണും. അപ്പോൾ എനിക്ക് ഏറ്റവും നല്ലൊരു വിഷ്വൽ ആർക്കൈവ് തരുന്നത് മലയാളം സിനിമയാണ്. എങ്ങനെയാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. ബട്ട് ദാറ്റ് ഈസ് ഓൾസോ എ ഫോൾസ് ആർക്കൈവ് അല്ലേ? ആരോ നിർമ്മിച്ച, ആരുടെയെങ്കിലും മനസ്സിൽ ഇന്ന ആളെ കണ്ടാൽ വേറെക്കാരനെ പോലെ ഇരിക്കും. അപ്പോൾ ഭയങ്കര രാപ്പകൽ സിനിമയിൽ അത് മാറ്റി വെക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ ജോലിക്കാരെയും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം എൻ്റെ സ്കിൻ ടോണോ അല്ലെങ്കിൽ എന്നെക്കാളും കളർ കൂടിയതോ, നമ്മൾ തെറ്റായിട്ടാണ് പറയുന്നത്, എന്താണ് കളർ കൂടിയ മനുഷ്യർ വെളുത്ത ആൾക്കാരാണെന്ന്. ശരിക്കും കൂടുതൽ നിറമുള്ളത് എന്നെ പോലുള്ള മനുഷ്യരാണ്. അപ്പോൾ കളർ കൂടിയതോ ആയിട്ടുള്ള ആൾക്കാരെ, ചുരുണ്ട മുടിയുള്ള ആൾക്കാരെ, കുറുകിയ മനുഷ്യരെയൊക്കെയാണ് ജോലിക്കാരായിട്ട് കാസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഇങ്ങനെ അല്ല ശരിക്കുമുള്ള മനുഷ്യരെ നമുക്കറിയാം. നമ്മുടെ ഒരു പരിസരം എടുത്തു നോക്കിയാൽ തന്നെ, നമ്മുടെ വീടുകളിൽ ജോലി ചെയ്യാൻ വരുന്ന മനുഷ്യരെ എടുത്തു നോക്കിയാൽ തന്നെ അവർ തന്നെ ഒരുപാട് കളറുള്ളവരുണ്ടായിരിക്കും, കളറില്ലാത്തവരുണ്ടായിരിക്കും, പൊക്കമുള്ളവരുണ്ടായിരിക്കും, പൊക്കമില്ലാത്തവരുണ്ടെങ്കിൽ പല രീതിയിലുള്ള. പക്ഷെ ആ നമ്മുടെ വീക്ഷണത്തെ അല്ലെങ്കിൽ ആ ഗെയ്സിനെ മാറ്റി വെച്ചുകൊണ്ട് മലയാള സിനിമ നമ്മുടെ മുന്നിൽ സൃഷ്ടിച്ച ഒരു ജോലിക്കാരൻ ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ ജോലിക്കാരൻ പണിയെടുക്കുന്നയാൾ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ക്രിയേഷനുണ്ട്. അപ്പം നമ്മുടെ ആക്ച്വൽ റിയാലിറ്റിയെ ഭേദിക്കുന്ന ഒരു സിനിമാറ്റിക് റിയാലിറ്റി നമുക്ക് വേണ്ടി ക്രിയേറ്റഡ് ആണ്. ഓരോ പ്രാവശ്യവും ആ ഇമേജ് സ്ക്രീനിൽ കാണുമ്പോഴും നമ്മൾ അംഗീകരിക്കണം ഇത് തന്നെയാണ് ജോലിക്കാരൻ. എന്നിട്ട് ഓരോ സിനിമയിലും ഇത് റീപ്രൊഡ്യൂസ് ആണ്. വളരെ റെയറായിട്ട് ക്ലീഷേ ബ്രേക്കിംഗ് ആയിട്ടുള്ള സിനിമകളിൽ മാത്രമേ ഇത് റീപ്ലേസ് ചെയ്യുന്നുള്ളൂ. പിന്നെ എന്താണ്, ഒരു 2 ജനറേഷനൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതാണ് ജോലിക്കാർ ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ തന്നെ അംഗീകരിക്കാൻ. ഇപ്പം ഞാൻ ക്ലാസ്സിൽ കുട്ടികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണയിതാവിനോട് നിങ്ങളുടെ പ്രണയം പറയണമെങ്കിൽ സിനിമ നിങ്ങൾക്ക് കാണിച്ചിട്ടില്ലാത്ത ഒരു രീതിയിൽ എങ്ങനെ പറയും? നോ വി സേ ഐ ലവ് യു അല്ലേ? ഇതാണ് നമ്മൾ യൂഷ്വലി സ്നേഹത്തിന് വേണ്ടി പറയുന്ന 3 വേർഡ്സ്. പക്ഷേ ഈ ഐ ലവ് യു നമ്മളെ പഠിപ്പിച്ചത് ആരാ? മൂവി ഹാസ് ടോട്ട് us this, അഡ്വർടൈസ്മെന്റ്സ് ഹാവ് ടോട്ട് us this. അല്ലാതെ നമുക്ക് പ്രണയം പറയാൻ പറ്റില്ലേ? സോ നമ്മുടെ റിയാലിറ്റിയെ സിനിമ മോൾഡ് ചെയ്തെടുക്കുകയാണ്, നമ്മുടെ വിഷനെ. അപ്പോൾ മെയിൽ ഗേസോ സവർണ ഗേസോ മാത്രമല്ല. ഈ മെയിൽ ഗേസ് എന്ന് പറയുന്ന പുരുഷന്മാർക്ക് മാത്രമുള്ളതോ സവർണ ഗേസ് എന്ന് പറയുന്ന സവർണ മനുഷ്യർക്കോ മാത്രമല്ല, എല്ലാ മനുഷ്യരിലേക്കും ഈ ഒരു ഗേസ് സ്പ്രെഡ് ചെയ്തു കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ മേ ബി മെയിൽ ഗേസ് കാണുന്നതും പെർപെട്രേറ്റ് ചെയ്യുന്നതും പലപ്പോഴും നമുക്ക് സബോൾട്ടൺ ആൾക്കാരും സ്ത്രീകളാണെന്നും കാണാം. കാരണം ഇത് ട്യൂൺ ചെയ്തെടുക്കുകയാണ്. അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മുടെ സർവെയിലേഴ്സ് ആക്കി മാറ്റുന്ന പാനോപ്റ്റിക്കോണൈസ്ഡ് വിഷനെ കുറിച്ചിട്ട് ഫൂക്കോ പറയുന്നുണ്ട്. അതായത് നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരാൾ പണിയെടുത്തില്ലെങ്കിൽ ശരിക്കും പറഞ്ഞ ഇറിറ്റേഷൻ വരേണ്ട ആർക്കാ? ബോസിനാണ്. പക്ഷെ നമുക്കാണ് ഏറ്റവും കൂടുതൽ ഇറിറ്റേഷൻ വരുന്നത്. അയാൾ എന്താ പണിയെടുക്കാത്തത്? ഞാനിവിടെ നിന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്തോണ്ടിരിക്കണം, അയാൾ എന്താ പണിയെടുക്കാത്തത്? ശരിക്കും എന്നെ എന്താക്കുകയാണ്? എന്നെ ഈ മുതലാളിയുടെ വാല്യൂ സിസ്റ്റത്തിനനുസരിച്ച് അനുരൂപമായിട്ട് അല്ലെങ്കിൽ പാകപ്പെടുത്തിയെടുത്ത ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം ഉണ്ട്. സിനിമ ഇതേ പ്രക്രിയയാണ് ചെയ്യുന്നത്. അതായത്
അധികാരവർഗത്തിന് അല്ലെങ്കിൽ സവർണ മൂല്യങ്ങൾ അല്ലെങ്കിൽ പേട്രിയാർക്കൽ മൂല്യങ്ങൾ പൊതുമൂല്യങ്ങളായിട്ട്, പൊതുമൂല്യങ്ങൾ മാത്രമല്ല പൊതു റെപ്രസെൻറ്റേഷനുകളായിട്ട് വാർത്തെടുക്കും. എന്നിട്ട് ആ ട്രോപ്പുകൾ തന്നെ നമ്മളെ വീണ്ടും 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 കാണിച്ചുകൊണ്ടിരിക്കും. ആ മൊഡാലിറ്റി നമ്മുടെ സ്നേഹത്തിൻ്റെയും നമ്മുടെ ഡിസയറിൻ്റെയും നമ്മുടെ ഇഷ്ടക്കേടുകളുടെയും നമ്മുടെ ആർക്കെതിരെയാണ് നമ്മൾ പരുതേണ്ടതെന്നും ഏത് ലിമിറ്റ് വരെ എനിക്ക് എന്നെ തന്നെ പ്രകടിപ്പിക്കാവുന്നു, ഏത് ലിമിറ്റ് കഴിഞ്ഞാൽ പ്രകടിപ്പിച്ചുകൂടാന്നുള്ള ഇങ്ങനെ പല 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 കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇമ്പിൻ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് വേറൊരു രീതിയിൽ ഇപ്പം ഒരാൾക്ക് ടെഡി ബെയർ കൊടുത്തോ, പൂ കൊടുത്തോ, കാർഡ് കൊടുത്തോ, അല്ലെങ്കിൽ അയാളെ കെട്ടിപ്പിടിച്ചോ, ഇങ്ങനെയൊക്കെ എനിക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയുള്ളൂ. ഇത് വരുന്നതിന് മുമ്പേ മനുഷ്യരെങ്ങനെയായിരിക്കും സ്നേഹം പ്രകടിപ്പിച്ചത്? നമുക്ക് അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും ചിന്തിക്കാനെങ്കിലും പറ്റണം. അപ്പം അങ്ങനെയുള്ള ഒരു ലാംഗ്വേജിൻ്റെ അപ്പുറം കടക്കാൻ പറ്റുന്ന ഒരുപിടി ഫിലിം മേക്കേഴ്സ് നമുക്കുണ്ട്. ആ ഫിലിം മേക്കേഴ്സിൽ എനിക്ക് വലിയ ഹോപ്പുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് റോന്തിനകത്ത് റോഷൻ ചെയ്യുന്ന കഥാപാത്രം എത്രയും അയാൾ ഭയങ്കര നെയ്വാണ്. അയാൾ കുറേ അബദ്ധങ്ങൾ ചെയ്യുന്നു. അവസാനവും അയാൾ ക്ലൈമാക്സും അയാളുടെ വലിയ അബദ്ധത്തിലാണ് ചെന്ന് നിൽക്കുന്നത്. ആ അബദ്ധം കാണിക്കുന്ന പോലീസുകാരനെ കാണാൻ എനിക്ക് ഇഷ്ടമാണ്. കാരണം ഇവരൊന്നും ഇൻഫെയിലിബിൾ ആയിട്ടുള്ള മനുഷ്യരല്ലേ. അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഡിപ്രഷനായിട്ട് നിൽക്കുന്ന ഞാൻ നേരത്തെ ചോദിച്ചൊരു കാര്യമാണ്, നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള പോലീസുകാർ കരയുകയും വളരെ നമ്മളെക്കാൾ ദുർബലരായി കരയുന്നതായി, നമ്മളുടെ കൂടെ കരയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അവരെ അല്ലെങ്കിൽ അവരെ അത്തരത്തിലുള്ള സിനിമാ കഥാപാത്രം നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം, ഉണ്ടാക്കുക എന്നുള്ളത്, എങ്ങനെയാണ് സ്വയം ഒരു കഥാപാത്രത്തെ, ഇപ്പോൾ നമ്മളൊരു എങ്ങനെയാണ് അത് ഒരു ഫോം ഉണ്ടായി വരിക എന്നുള്ളത്, ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ഫോം ഉണ്ടായി വരിക. എനിക്ക് വേണ്ട ഒരു നിയമം ചെയ്യാനാണ് സർക്കാരിൻ്റെ ഭാഗത്ത് പോലീസ് നിൽക്കുന്നത്. നിലനിൽക്കുന്ന അധികാരത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സിനിമ ചെയ്യാനായിട്ട് പറ്റുമോ? നമുക്ക് എന്താണ് ഈ പൊതു സമൂഹം പറയുക? സിനിമയിൽ രാഷ്ട്രീയം, പാർട്ടി ബേസ്ഡ് രാഷ്ട്രീയം കൊണ്ടുവരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. എൻ്റെ ഒരു റിക്വസ്റ്റ്, രാഷ്ട്രീയം കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നത് തന്നെയാണ്. എന്തിനാണ് പോലീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു നോക്കും. ജനങ്ങളുടെ ജീവനും സ്വത്തും അന്തസ്സും സംരക്ഷിക്കുക എന്നാണ് പോലീസിന്റെ വാക്ക്. ആരാണ് ജനം? ആരുടെയാണ് സ്വത്ത്?